ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ചാവ എന്ന് പറഞ്ഞ പടം ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ ഞാൻ പോയി കണ്ട സിനിമയാണ്. ഇറ്റ്സ് എന്താ പറയുക, ഒരു ഛത്രപതി ശിവാജി മഹാരാജില്ലേ, പുള്ളിക്കാരൻ്റെ മകൻ്റെ സ്റ്റോറിയാണ് ഈ പടം. ആ ഒരു ക്യാരക്ടർ ചെയ്തേക്കുന്നത് വിക്കി കൗശലാണ്. വിക്കി കൗശൽ, ഓ എൻ്റെ അമ്മോ, വിക്കി കൗശൽ എന്തുവാടേ വിക്കി കൗശൽ, പൊന്നോ, പവർ എന്നൊക്കെ പറഞ്ഞാൽ നല്ല പവർഫുൾ ക്യാരക്ടറിനെ ഒരു കിടിലൻ നടൻ അഭിനയിച്ച എങ്ങനെ ഇരിക്കും, അതാണ് ഈ പടം. എടുത്തെടുത്ത് പറയണത് ലക്ഷ്മൺ ഉത്തേക്കർ എന്ന് പറയുന്ന മനുഷ്യനാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഗംഭീര ഡയറക്ഷൻ, ഗംഭീരം. പുള്ളി പഴയ പടമൊന്നും എനിക്ക് ഏതാണെന്നൊന്നും അറിയത്തില്ല, ഗംഭീര ഡയറക്ഷൻ. പടം ഈ ഫൈറ്റ് സീക്വൻസിനൊക്കെ സമയത്ത് അത്യാവശ്യം മസാല പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് അറിയാലോ, കുറച്ച് സിനിമാറ്റിക് പരിപാടി അവർ ഫൈറ്റിന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇത് ഒരു ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ളൊരു പടമാണ് ആൻഡ് ഫുൾ അഡാപ്റ്റഡ് പരിപാടിയാണ് വിളിച്ചേക്കുന്നത് കേട്ടോ. അതുകൊണ്ട് സ്റ്റോറി എനിക്ക് ആ ബുക്ക് നോക്കണം. ബുക്കും പിന്നെ ഇവരും മറ്റേ ഈ രാജകുടുംബത്തായിട്ടൊക്കെ സംസാരിച്ചിട്ടൊക്കെയാണ് ഈ സിനിമയിൽ സ്റ്റോറി സെറ്റ് ചെയ്തേക്കുന്നത്. അതേപോലെ എടുത്ത് പറയേണ്ട ഒരു സാധനം സിനിമാറ്റോഗ്രഫി, സൗരഭ് ഗോസ്വാമി എന്ന് പറയുന്ന മനുഷ്യനാണ് കിടിലം. എഡിറ്റിംഗ് മനീഷ് പ്രാഥൻ എന്ന് പറയുന്ന മനുഷ്യനാണ് എഡിറ്റ് ചെയ്തേക്കുന്നത്. അതേപോലെ ആർട്ട്, കോസ്റ്റ്യൂം, എൻ്റെ അമ്മോ, ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെൻറ്റ് തകർത്താടിയിട്ടുണ്ട്. ആക്ഷനൊക്കെ ആരാണോ, ഇതിലൊന്നും ക്രെഡിറ്റ്സ് പോലും കൊടുത്തില്ലടേ. കോസ്റ്റ്യൂം ഡിസൈൻഡ് ബൈ ശീതൽ ശർമ്മ. ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് അമിത് ലാഡ്, അങ്കിത് മിത്ര, ഇങ്ങനെയൊക്കെ പറഞ്ഞ സ്റ്റണ്ട് ചെയ്തേക്കുന്നത് തോഡോർ ലസാറോവ്. എൻ്റെ ആരടാ അത്? പിന്നെ അത് ഏതോ എനിക്കോ റഷ്യൻ ആര് വരുത്തിയെന്ന് തോന്നേട്ടാ. കിട്ടില്ല ഫൈറ്റൊക്കെ ഉണ്ടല്ലോ. എൻ്റെ അമ്മോ കിട്ടില്ല പടം. പിന്നെ മ്യൂസിക് AR റഹ്മാൻ, എൻ്റെ അമ്മോ, ഇതൊക്കെ കാണണോടെ അപ്പം മനസ്സിലാവും നമുക്ക് ആ മനുഷ്യന്റെ വില. ഈ പടം പീക്ക് ചെയ്തേക്കുന്നത് വിക്കി കൗശലിന്റെ പെർഫോമൻസും AR റഹ്മാന്റെ പെടപ്പ്. എൻ്റെ അമ്മോ, ഒരു സൈഡിൽ നിന്നാണ് ഒരു തുടക്കം അങ്ങ് തുടങ്ങി അവസാനം വരെ ഒരു പോക്കാണ്, ഒരു രക്ഷയില്ല. കിട്ടില്ല പടം. എനിക്ക് ഞാൻ പറയാം, ഇനി ബാക്കിയുള്ളവരുടെ കേസ് എനിക്കാണോ, ഈ സിനിമ സൂപ്പറാണ്. നമുക്കൊരു രോമാഞ്ചമൊക്കെ ഉണ്ടല്ലോ ചില സീനും ചില ഡയലോഗൊക്കെ. അതേപോലെ എടുത്തു പറയേണ്ട ഒരു സാധനമുണ്ട്, ഔറംഗസേബായിട്ട് നമ്മുടെ പഴയ അക്ഷയ് കന്യ. അത് അക്ഷയ് കന്യയാണോ ഒന്ന് എഴുതി ഒട്ടിക്കണം. ഞാൻ ചില സീനിലൊക്കെ വിചാരിച്ചു ഇതിപ്പോൾ ഔറംഗസേബ് എന്തോന്നല്ലേ കുഴിയിൽ നിന്ന് എണീച്ച് വന്ന് അഭിനയിച്ചാന്ന് വരെ ചിന്തിച്ചു. ആ ലെവൽ ഓഫ് പെർഫോമൻസ് ആണ് അക്ഷയ് കന്യ ചെയ്തേക്കണം. അതേപോലെ രശ്മിക മന്ദാന ഉണ്ട് കേട്ടാ, അത്യാവശ്യം ഡീസൻ്റായിട്ട് പുള്ളിക്കാരിയുടെ കാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ വിക്കി കൗശൽ ലിറ്ററലി ഒരു സിംഹം തന്നെ. ആ ക്യാരക്ടർ, അങ്ങനെയൊക്കെ മനുഷ്യന്മാരുണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, എന്തൊരു മനുഷ്യൻ, എന്തൊരു പവർ, എന്തൊരു രാജാവ്. അവസാനമൊക്കെ ഒരു സാധനം ഉണ്ടടാ, ഒരു എൻ്റെ അമ്മോ, നമ്മൾ രോമാഞ്ചം വന്നിങ്ങനെ നമ്മളതിനെ ആലോചിച്ചു, ഇങ്ങനെ മനുഷ്യരുണ്ടാകുന്നു. നമ്മൾ ചിന്തിച്ചു അങ്ങനെയൊക്കെ രാജാക്കന്മാരുണ്ടായിരുന്നേ നമ്മളെ രാജ്യത്ത്. മോനെ, ഔറംഗസേബൊക്കെ എന്തൊരു വൃത്തികെട്ടനാ. ഞാൻ പറയാം, നമ്മൾ ഈ കേട്ട സാധനങ്ങളൊക്കെ ഈ പടത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. മറ്റേ മോനുമായിട്ടുള്ള അടിയും പിടിയും, സ്വന്തം നന്ദയെ കൊന്നതും ഒക്കെ. ഷാജഹാൻ്റെ മോനാണ് ഈ ഔറംഗസേബ്, ഔറംഗസേബിൻ്റെ മോനാണ് അക്ബർ. അങ്ങനെയൊക്കെ ആ ഒരു സാധനമൊക്കെ കാണിച്ച് കിടിലമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പടം. അവസാനമൊക്കെ ഞാൻ പറയും, നമ്മൾ രോമാഞ്ചം വന്ന് ഇങ്ങനെ നിന്നു. അയ്യോ, ആ ലെവല് ടോർച്ചറൊക്കെ ചെയ്തിട്ടൊക്കെ ഇങ്ങനെ പോടാ, നീ ടോർച്ചറാ, എന്ത് കോപ്പാണ് ചെയ്തോ, എന്ത് രസോടാ. വിക്കി കൗശൽ ലിറ്ററലി സിംഹം. സിംഹത്തിനെ നമ്മൾ ഇതില്ലേ അതുപോലെ എന്തൊരു അഭിനയോടെ, എന്തൊരു റേഞ്ചാണ് മനുഷ്യൻ. ബോളിവുഡിലെ ഒരു നടൻ അഭിമാനത്തോടെ പറയാം, അത് വിക്കി കൗശലാണ്, ഒന്നും പറയാമല്ലോ. സൂപ്പർ പടം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താ ഓരോ 2 ഡയലോഗൊക്കെ ഉണ്ട്, ഇങ്ങനെ ഔറംഗസേബ് വന്നിങ്ങനെ പറയും, അയ്യോ അത് പറ്റില്ല, ഞാൻ ഡയലോഗൊന്നും പറയാം. അത് കാണുന്നവർ കാണുക, കിടില. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പറയും, നല്ല രസമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണണോടെ നമ്മളിങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നടേ നമ്മളെയൊക്കെ രാജാക്കന്മാരെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു അഭിമാനമാണ്. അയ്യോ കിടിലം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സൂപ്പർബ് മൂവി, ലവ്ഡ് ഇറ്റ്. നിങ്ങൾ കണ്ടവരാണ് നിങ്ങളുടെ അഭിപ്രായം പറയാം. ആൻഡ് തിയേറ്ററിക്കൽ മസ്റ്റ് വാച്ച്. AR റഹ്മാൻ്റെ പെടപ്പും ഇതും കൂടെ വരുമ്പോൾ നാളെ
തിയേറ്ററിക്കൽ അനുഭവം. ഫൈനലി ബോളിവുഡിലെ ഒരു പടം പൊളി എന്ന് പറയാനായിട്ടുള്ളൊരു ഭാഗ്യം കിട്ടി. സന്തോഷം. അപ്പോൾ എന്ത് പറഞ്ഞു ഞാൻ പോണു. ബൈ.